നമുക്കിന്നൊരു ജേണൽ ചെയ്താലോ? കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടുന്നില്ലേ അല്ലേ? പരീക്ഷയായിട്ട് ആകെ തിരക്കായി പോയതുകൊണ്ടാണ്. ഇനി മുതൽ നമുക്ക് എപ്പോഴും വീഡിയോ ഇടാം. അപ്പം ഇതേ കണ്ടില്ലേ, ഞാൻ ഈ ഒരു ജേണൽ അന്നൊരിക്കൽ ചെയ്തതാണ്. വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇതും. പിന്നെ ഇനി നമുക്ക് ഇവിടെ ജേണൽ ചെയ്യാം. അടുത്തത് ഇവിടെ. അതിന് മുമ്പേ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ദേ ഗൈസ്, കവായി സ്റ്റിക്കർ ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. കവായി സ്റ്റിക്കർ 2 ഷീറ്റ് ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. എന്നും മേടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ഇവിടെയുള്ളൊരു കടയിൽ കണ്ടതാണ്. നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സ് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ്. ഇതിന് അത്രേ പ്രൈസ് വരുന്നില്ല, 10 റുപ്പീസ്. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു കളർ തീം എന്ന് വെച്ചാൽ പിങ്കാണ്. അപ്പം പിങ്ക് സാധനങ്ങൾ ഉൾപ്പെടുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി. നമുക്കിനി ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഗൈസ്. ഇതാ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. അപ്പം ഇവിടെ ആയിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ? ഇനി നമുക്ക് പിങ്ക് തീമായതുകൊണ്ട് തന്നെ പിങ്ക് കവായി സ്റ്റിക്കർ ഉണ്ടാവും. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് ഒട്ടിച്ചു കൊടുക്കാമെന്ന്. ഈ ഹാപ്പി എന്നുള്ളതും അതിൻ്റെ ഇപ്പറായിട്ട് ഓണം, ഹാപ്പി ഓണം. അപ്പം ഇത് നമ്മളിവിടെ ഹാപ്പി ഓണം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. നല്ല ഇവിടെ ഹാപ്പി, പിന്നെ ഇവിടെ ഓണം അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വേറെ ഏതെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കണോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഗൈസ്. ഒട്ടിക്കണോ അത് ഒട്ടിക്കണ്ടേ? ഞാൻ പിന്നെ ആലോചിച്ച് ഞാൻ വിചാരിച്ചു നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാം. നിങ്ങൾ കാണുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. 1 മിനിറ്റ്. ഈ ഒരു സ്റ്റിക്കർ ഇതാ, ഇങ്ങനെ എന്താ വെച്ചാൽ ഒരു കുറച്ച് പൂക്കളൊക്കെ ആയിട്ടുള്ള അതൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്കതൊന്ന് പറിച്ചെടുക്കാൻ കഴിയും. അപ്പം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു ഒട്ടിക്കണം. അങ്ങനെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊക്കെ കൊടുത്തു. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതേ കണ്ടില്ലേ? എനിക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടൊന്നും ഒരു ഇത് വരുന്നില്ല, ഒരു കവർ അയച്ചു. അപ്പം ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും സ്റ്റിക്കറും കൂടെ ഒട്ടിക്കാണ്. കുറച്ച് ഞാൻ വിചാരിച്ചു വലിയ സ്റ്റിക്കറായിട്ട് ഇതിൻ്റെ കുറേ ഗേൾസിൻ്റെ ഫോട്ടോസാണ്. ഇതൊരു ഗേൾസിൻ്റെ ഫോട്ടോസൊന്നും ഇതിൻ്റെ അകത്ത് ഒട്ടിച്ച ജസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഒരു സ്റ്റിക്കറാണ് ഞാൻ ഒട്ടിച്ച്. ഈ ഒരു ക്ലോക്ക്, അതിൻ്റെ ഉള്ളിലൊരു ഇത് കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിലൊരു എന്തോ സാധനമുണ്ട്, ഒരു പൂവ് പോലത്തെ. അങ്ങനെ അതൊക്കെ ഒട്ടിച്ച്. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചു. ഞാൻ എന്നെക്കുറിച്ചിട്ട് തന്നെ ഇതാണ് എൻ്റെ പേര്, പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എഴുതാം, സ്റ്റാർട്ട് ചെയ്യാം. പിങ്ക് കളർ സ്കെച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് എഴുതാം കേട്ടോ. മൈ സെൽഫ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്നെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാം. മൈ നെയിം ഈസ് ഫഹിമ. എൻ്റെ പേര് ഫഹിമ. മൈ ഏജ് ഈസ് 10. എൻ്റെ വയസ്സെന്ന് പറയുമ്പോൾ 10 ആണ്. നമുക്ക് ക്ലാസ് തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. ക്ലാസ് 5th ആണ്. 5th ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എന്നെക്കുറിച്ചിട്ട് തന്നെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്കൊരു ഗേളിൻ്റെ ഒരു ഫോട്ടോ ഒട്ടിച്ചാലോ? ഏതാ ഒട്ടിക്കാം? ഞാൻ വളരെ ചിന്തകളാണ് ഗൈസ്. ഞാൻ ഈ ലാസ്റ്റത്തെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ലാസ്റ്റത്തെ സ്റ്റിക്കർ അങ്ങോട്ട് പറിക്കാം ഗൈസ്. അത് പറിക്കുമ്പോഴേ വേറെ ഏതെങ്കിലും സ്റ്റിക്കറുകളൊക്കെ നമുക്ക്
ഒരു വലിയൊരു മാരക പ്രശ്നമാണ്. ഇനി നമുക്കിത് ഇങ്ങനെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ജേണലിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് ഇടാം. കാണുന്നുണ്ടോ? ഈ ഒരു പെൺകുട്ടീനെയാണ് ഒട്ടിച്ചേക്കുന്നത്. ഇത് നമ്മളെ ഫൈനൽ ലുക്ക്. ഇനി എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്കുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ആയിട്ട് എന്തെങ്കിലും സംഭവിക്കാം. അവിടെ മാത്രം എന്തോ ബ്ലാങ്ക് ആയി കിടക്കുന്ന പോലെ. ഇതിൻ്റെ അകത്ത് വെറും പിങ്കല്ലല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പൂക്കളുടെ ഈ സംഭവം അവിടെ ഒട്ടിക്കുക, പർപ്പിള്. എന്നാൽ നമ്മൾ ഫൈനൽ ലുക്ക് ലോസ്റ്റാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പ്രോസസ്സും കൂടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ ഇതാ നേരത്തെ കാണിച്ചതല്ല കേട്ടോ ഫൈനൽ ലുക്ക്. ഇപ്പം ഇവിടെ കൂടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചപ്പം കംപ്ലീറ്റ്ലി ലുക്കായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.